ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അദിക്കുട്ടീൻ്റെ സ്കൂൾ പർച്ചേസിങ് വീഡിയോ ആണേ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്തിട്ട് വീഡിയോ കാണണം. ആദ്യം തന്നെ ബാഗ് നോക്കാനാണ് പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാർബീൻ്റെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തിയ സമയത്ത് ഡോറേനെ കണ്ടു. പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ഡോറേനെ വേണമെന്ന് ഒരേ വാശിയായിരുന്നു. അങ്ങനെ ഡോറേനെ തന്നെ വാങ്ങി. അവസാനം സ്കൂബിയുടെ ബാഗായിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. നല്ല അടിപൊളി ബാഗായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കളറിങ് ബുക്കും നെയിംസ്ലിപ്പും എല്ലാം ഉണ്ടായിരുന്നു. അത് നോക്കി കുറച്ചുകൂടി കളർഫുൾ ആയത് ബാർബീൻ്റെതാണ്, പ്രിൻസസിൻ്റെതാണ്, അത് വേണമെന്നെല്ലാം കുറേ മാറി ചോദിച്ചു. അച്ഛനും ചോദിച്ചു, ഞാനും ചോദിച്ചു, ഷോപ്പിലുള്ള അവരും ചോദിച്ചു. പക്ഷെ മോളത് വിട്ടുകൊടുത്തിട്ടേ ഇല്ല. ഡോറ തന്നെ വേണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് നിന്നു. രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി, ഏതാ കളർഫുള്ള് എന്നെല്ലാം നോക്കി. അവസാനം പിന്നെ ഡോറ എന്നെ ഉറപ്പിച്ചു. നമ്മൾ അതിൽ പിന്നെ മാറ്റം വരുത്തിയിട്ടില്ല, അതന്നെ ഉറപ്പിച്ചു. അതിൻ്റെ കൂടെ നെയിം സ്ലിപ്പും കളർ ബുക്കും ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അത് നോക്കുന്ന തിരക്കായിരുന്നു. പിന്നെ ഭയങ്കര സന്തോഷമായത് കണ്ടേരം. പിന്നെ ബോട്ടിലാണ് നോക്കിയത്. ബോട്ടിൽ പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ട ബോട്ടിൽ മോള് സെലക്ട് ചെയ്തു. അതെന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബോട്ടിലെടുത്തു. അവസാനം ആ ബോട്ടിൽ തന്നെയാണ് നമ്മൾ എടുത്തത്. നല്ല ബോട്ടിലായിരുന്നു, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അല്ലേ, മറ്റേ അതൊന്നും സ്റ്റീലാണ്. അത് വേണ്ട, എൻ്റെ സൈഡ് സ്റ്റീലായിരിക്കും. പിന്നെ വാങ്ങാൻ പോയത് സ്ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സ്ലേറ്റ് വാങ്ങി. പിന്നെ സ്ലേറ്റ് പെൻസിലും വാങ്ങി. സ്ലേറ്റ് പെൻസിൽ വാങ്ങുന്ന സമയത്താണ് ആടെ ഒരു ഇറേസർ കണ്ടത്. ഒരു ലിപ്സ്റ്റിക്കും ഒരു മോതിരെല്ലാം ആയിട്ടുള്ളൊരു പാക്കറ്റിലുള്ളൊരു റബ്ബർ. അപ്പോൾ അത് കണ്ടേരം അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിയായിരുന്നു. അങ്ങനെ ആ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നെയിം സ്ലിപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നെയിം സ്ലിപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സിൻ്റെതാണ് വേണ്ടതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പൊതിയും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ നെയിം സ്ലിപ്പും പൊതിയും വാങ്ങി. പിന്നെ അവരെ സമ്മാന കൂപ്പൺ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കണ്ടത്. നമ്മൾ പേരെഴുതി നമ്മളൊരു ബോക്സിലിടണം. ട്രോളിയാ കാറാ ഇത് നേരത്തെ അത് ട്രോളിന്ന് അതിന് ഒരു കാറൊന്നുമില്ല, കൊണ്ടുപോയതല്ലേ. അതവർ ബില്ല് ചെയ്താൽ പിന്നെ തരില്ല. പിന്നെ ചെറിയ ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ട് വെക്കുന്ന ഇങ്ങനെ വലിക്കാൻ പറ്റുന്ന ചെറിയ ബോക്സ് കണ്ടേരം അത് വേണമെന്നെല്ലാം പറഞ്ഞു. പിന്നെ അത് വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല, കാരണം വീട്ടിൽ തന്നെ ബോക്സിൽ തന്നെയാണ് എല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ വെറുതെ എന്തിനത് വാങ്ങുമെന്ന് വിചാരിച്ച് വാങ്ങിയിട്ടില്ല. പിന്നെ ചോക്ലേറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജെല്ലി, അതുപോലെ തന്നെ വേറെ ഒരു ടൈപ്പ് ക്യാൻഡി വാങ്ങിക്കൊടുക്കുക ചെയ്തത്. പിന്നെ നമ്മൾ ആ കൂപ്പൺ എഴുതിയിട്ട് ബോക്സിലിട്ടു, സമ്മാന കൂപ്പൺ. നമ്മൾ ഷോപ്പിങ്ങിന് പോയത് ഷോപ്രിക്സിലാണ്. ആദ്യം തന്നെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഷോപ്രിക്സിൻ്റെ പുറത്തെ ഷോപ്പിൽ നമ്മളെ പൊട്ടറ്റോ സ്പ്രിങ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടേരം അത് ഇതുവരെ മോൾ കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാങ്ങി. അതുണ്ടാക്കുന്ന നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ അങ്ങനെ പൊട്ടറ്റോ സ്പ്രിങ്സ് നമുക്ക് കയ്യിൽ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മോൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. മോള് കുറച്ചൊരു 3/4 ഭാഗം കഴിച്ചു. പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വീറ്റ് കോണും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോയത്. പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയടുത്തുനിന്ന് കുറച്ചൊരു വാശിയെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കസേര വേണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് ആദ്യം ഒരു വാശിയുണ്ടായിരുന്നു. പിന്നെ അതൊരു കോംപ്രമൈസായി. കാരണം അവരൊരു നല്ലൊരു അടിപൊളി പ്ലേറ്റ് നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുകൊടുത്തു. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം സോൾവായി.
പിന്നെയാണ് അടിപൊളിയായത്, മഴയത്ത് നല്ല മഴയും ഉണ്ടായിരുന്നു. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ ആ ബാഗിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് പുറത്തെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പിപ്പൻ പോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കളിയായി മോള്. ബാഗിൻ്റെ കൂടെ കിട്ടിയൊരു സാധനമായിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു. നമുക്കും കളിക്കാൻ പറ്റും, കുട്ടിക്കും കളിക്കാൻ പറ്റും. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.